ശ്രീ വി ആർ അനൂപ് ഉയരുന്നത് ഗുരുതരമായ ആരോപണമാണ്. അത് ഇനിയും വ്യക്തത വരാനുണ്ടെന്ന് സുരേഷ് കുമാർ പറയുന്നുള്ളതാണ്. കാര്യം ഇത് ഓഡിറ്റ് ചെയ്തിപ്പോൾ 45 നാൾ അകം കണക്ക് വെക്കാൻ പറഞ്ഞു. അത് നീട്ടി, പിന്നെയും നീട്ടി, പിന്നെയും നീട്ടി, കോടതി വിമർശനം ഉന്നയിച്ചു. ലാസ്റ്റ് ഇതിപ്പോൾ 5-ാം മാസമാണ് കേട്ടോ. ഇത് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ 5-ാം മാസമല്ലേ? അതെ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി. അപ്പോൾ 5-ാം മാസമാണ് എന്താണ് കോടതിയിൽ കണക്ക് വെച്ചത്. ആ കണക്ക് മൊത്തം അടിമുടി അവിടെ പൊരുത്തക്കേടാണ്, പ്രശ്നമാണ്. ഈ സ്പോൺസർ ഇപ്പം കിട്ടുമെന്ന് പറയുന്ന പണം സ്പോൺസർ കൊടുക്കാൻ വൈകിയ അത് സർക്കാരും ദേവസ്വം ബോർഡും കുറ്റക്കാരാണോ ശ്രീ വി ആർ അനൂപ്? ഹാഷ്മി, ഞാനിവിടെ ശ്രദ്ധിച്ചത് CPM പ്രതിനിധിയുടെ ഒരു വാദത്തിലെ ദുർബലതയാണ്. അദ്ദേഹം പറയുന്നത് എന്താ, ഹാഷ്മി വളരെ മിടുക്കനാണ്, പക്ഷേ ഞങ്ങളങ്ങനെ വിമർശിക്കാമോ എന്നൊക്കെ വളരെ തുടക്കത്തിലെ ഇങ്ങനെ ഡിഫൻസിലേക്ക് പോകരുതെന്നാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഇവിടെ എന്താണ് യാഥാർത്ഥ്യം? ഇവിടെ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ തന്നെ എന്താ പറഞ്ഞത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ദേവസ്വം ബോർഡ് ഞങ്ങളല്ല എന്നാണ്. അദ്ദേഹം ദേവസ്വം ബോർഡിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ദേവസ്വം ബോർഡ് മിനിസ്റ്ററുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എന്താണ് ചെയ്തത്, ദേവസ്വം വകുപ്പ് എന്താണ് ചെയ്തത്, ദേവസ്വം ബോർഡല്ലേ എന്നാ. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ആരാ? ദേവസ്വം ബോർഡിലിരിക്കുന്ന പ്രശാന്ത് ആരാ? ഇവരുടെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ? പിന്നെ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പോസ്റ്ററുകൾ നിറഞ്ഞു നിന്നതാരാ? അയ്യപ്പസ്വാമി അല്ലല്ലോ, പിണറായി വിജയനല്ലേ. പിണറായി വിജയൻ്റെ വലിയ ചിത്രവും അയ്യപ്പസ്വാമിയുടെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോയും നമ്മൾ കണ്ടതല്ലേ. ഇവരെന്താ പറഞ്ഞത്? അയ്യപ്പനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഗമം. അയ്യപ്പൻ അങ്ങനെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് ഹാഷ്മി? അയ്യപ്പൻ സ്വാമിയുടെ അടുത്തേക്ക് ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യത്തിന് പുറത്തു നിന്നൊക്കെ വരുന്നത് പത്രം പരസ്യം കൊടുത്തിട്ടാണോ? പിണറായി വിജയന്റെ പരസ്യം കണ്ടിട്ടാണോ ആളുകൾ അയ്യപ്പൻ? ഇവിടെ സർവധർമ്മ സമഭാവന എന്നൊരു വലിയ ആശയം മുന്നോട്ട് വെക്കുന്ന ക്ഷേത്രത്തെ ലോകത്തെ അറിയിക്കട്ടെ, അതിൽ പിഴവും തെറ്റൊന്നുമില്ല. പക്ഷേ കോടതി ചോദിക്കുമ്പോഴേക്കും നയാ പൈസ സർക്കാരും ദേവസ്വം ബോർഡിനും ചെലവില്ലെന്ന് ആവർത്തിച്ച് പറയുകയും ഈ പറഞ്ഞ 3,40,00,000 രൂപ നഷ്ടത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ആ പോകുന്ന പണം ആരുടെ പണമാണ്? വിശ്വാസികളുടെ പണമാണ് പോകുന്നത്. അതങ്ങനെ ശരിയാണ് ഹാഷ്മി. അതിൽ പിഴവില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്നേ. അതിൻ്റെ നടത്തിപ്പിലെ സൂക്ഷ്മാംശങ്ങളിൽ പോലും പിഴവുണ്ട്. അയ്യപ്പസ്വാമിയുടെ സമ്മർദ്ദം എന്ന് പറയുന്നത്, അയ്യപ്പ സന്നിധാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എന്താ? അവിടെ ദിവസവും വരുന്ന കാൽനടയായി വരുന്ന കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഈ പറയുന്ന കാണിക്കയിലിടുന്ന പണ. എന്നിട്ട് ഇവിടെ വിശ്വാസി പ്രമുഖരെയാണ് വിളിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് പൗരപ്രമുഖർ എന്ന വാക്കാ. നമുക്ക് പൗരനുണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ, പക്ഷെ പൗരപ്രമുഖൻ. അതുപോലെ വിശ്വാസിയെയും വിശ്വാസി പ്രമുഖനെയും വേർതിരിച്ചു എന്നേ. ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആരാ? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി വരുന്ന കൂലിവേലക്കാരനായ സാധാരണ ഭക്തനെ ഇവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങളിതിൽ തുടക്കം മുതലേ ആവർത്തിച്ച് പറഞ്ഞില്ലേ, ഈ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? വാവർ സന്നിധാനം ഇരിക്കുന്ന ശബരിമലയിൽ ഈ വർഗീയതയിൽ കുപ്രസിദ്ധനായ മുസ്ലിം വീടുകൾ ബുൾഡോസ് ചെയ്യണമെന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥിന് ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്യാൻ ഒരു അവസരം ഒരുക്കി എന്നത് കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് ഈ സംഗമം കൊണ്ടുണ്ടായതെന്ന് CPM പ്രതിനിധി പറയണം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വലിയ ഒരു ഇൻട്രോ കൊടുത്തു, യോഗി ആദിത്യനാഥിനെ കേൾക്കാനുള്ള വലിയൊരു അവസരം ഈ വിശ്വാസികൾക്ക് കൊടുത്തു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഈ സംഗമം കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടായിട്ടുള്ളത്? ഈ ഒരു മണ്ഡലമാസത്തിന് തൊട്ട് തലേ ദിവസമാണ് ഇത് നടക്കുന്നത്. ഇവിടെ ശബരിമല മുഴുവൻ, സന്നിധാനം മുഴുവൻ ആ ഒരുക്കൽ. മന്ത്രി വി എൻ വാസവൻ പറയുന്നത് ഈ ശബരിമല ക്ഷേത്രക്കുള്ളയും പോറ്റിയുടെ ഉടായ്പകളും പുറത്തേക്ക് വരാനുള്ള യഥാർത്ഥ കാരണം അയ്യപ്പ സംഗമമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ സംഗമം നന്നായില്ലേ ശ്രീ വി ആർ അനൂപ്? ബാക്കി ഉദ്ദേശ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും. അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ വീട് തുറന്നിട്ടിട്ട് കള്ളൻ കയറിയിട്ട് ഒരു കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്ന ഈ ലോജിക്കൊക്കെ ഈ പറയുന്ന ഇദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയൂ. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ആർക്കെങ്കിലും നേട്ടമുണ്ടായിട്ടില്ലെങ്കിൽ അത് സംഘപരിവാറിനാണെന്നേ. അവർക്കൊരു രണ്ടാമതൊരു സംഗമം നടത്താൻ അവസരം കൊടുത്തു. യോഗി ആദിത്യനാഥിന്റെ ശബ്ദം ആ സന്നിധാനത്ത് കേൾപ്പിക്കാൻ അവസരം കിട്ടി. അല്ലെങ്കിൽ ഗുണപരമായ എന്ത് നേട്ടമാണ് ഈ സംഗമം കൊണ്ടുണ്ടായത്? ഇത് തുടക്കം മുതലേ ഈ വിഷയത്തിൽ നമ്മൾ ആദ്യമായിട്ടല്ലോ ഈ ഫ്ലോറിൽ പോലും ചർച്ചയ്ക്ക് വരുന്നത്. അന്ന് തുടക്കം മുതലേ ഉള്ള ആശങ്കയാണ് ഈ പണം എങ്ങനെ കണ്ടെത്തും. ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താ? സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തും. തൽക്കാലത്തേക്ക് കുറച്ച് പൈസ ഈ നമ്മൾ വ്യക്തികൾ പറയുന്ന പോലെ ദേവസ്വം എടുത്ത് റോൾ ചെയ്യും, പിന്നീട് അവർക്ക് തിരിച്ചു കൊടുക്കും. പക്ഷെ 5 മാസമായിന്നേ. ഇത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ പറയുന്ന കാൽനടയായി വരുന്ന കൂലിവേലക്കാരന്റെ കൂടി വിഹിതത്തിൽ നിന്നാണ് ഇവർ കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന സാധാരണ ഭക്തന് പ്രാതിനിധ്യമില്ല. അയ്യപ്പ സന്നിധാനത്തെ ഇവന്റ് മാനേജ്മെന്റിന് ഉപയോഗിച്ചു ഹാഷ്മി. ഇത് ചില ആളുകളുടെ ഇവന്റ് മാനേജ്മെന്റിന്, ചില ആളുകളുടെ ബ്രാൻഡിങ്ങിന്
വിശ്വാസത്തെ വാണിജ്യവൽക്കരിച്ചു എന്നാ. അയ്യപ്പ വിശ്വാസത്തെയും അയ്യപ്പ വിശ്വാസികളെയും അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അയ്യപ്പനെ കുറിച്ച് സാധാരണ പറയുന്നത് എന്താ? അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവസങ്കല്പം തന്നെ അന്തർമുഖനാ. വർഷത്തിൽ എല്ലാ ദിവസവും നട തുറക്കുന്ന ഒരു ക്ഷേത്രമല്ല. അയ്യപ്പൻ ഇത്തരം ബഹളങ്ങൾ, ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റിലൂടെ ഈ പറയുന്ന ഇത്തരം ചില പ്രകടനപരതകളിലൂടെ അയ്യപ്പ ചൈതന്യത്തിന് പോലും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസവുമായ ഒരു ബന്ധവുമില്ലാത്ത എട്ടര കോടി എന്നാണ് കണക്കുന്നത്. 8.5 കോടിയൊക്കെ എങ്ങനെ ചെലവ് വരുമെന്ന്? ഇപ്പോൾ ഒരു ദിവസത്തെ ഇത്രയും പേരെ സംഘടിപ്പിക്കുന്നതിനും അവർക്ക് ഫുഡ് കൊടുക്കുന്നതിനും ഇനി പരമാവധി PR പണിക്കും ഒരു ജർമ്മൻ പന്തിൽ കിട്ടുന്നതിനൊക്കെ 8.5 കോടിയുടെ ചെലവോ അതൊക്കെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ. അതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കണക്കാണ്. ഞാൻ അങ്ങനെ എത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.